ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ ഉന്നത വിജയത്തിന് ഖത്തർ അമീറിൽ നിന്നും സ്വർണ്ണ മെഡൽ വാങ്ങി അഭിമാനാർഹമായ നേട്ടം സ്വന്തമാക്കിയ തോമസ് ബോണി ജെയിംസാണ് നമുക്കൊപ്പമുള്ളത്. ശരിക്കും ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ ഒരു നേട്ടമാണ് മറ്റൊരു നാട്ടിൽ വന്ന് അവിടുത്തെ ഭരണാധികാരിയിൽ നിന്ന് ഒരു വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പുരസ്കാരം സ്വന്തമാക്കുക എന്നുള്ളത്. എന്താ ശരിക്കും തോന്നുന്നു? തീർച്ചയായിട്ടും ഇറ്റ് വാസ് എ വെരി ചാലഞ്ചിങ് ടാസ്ക്. PhD സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 വർഷമായി. അതിനകത്ത് ആദ്യത്തെ 4 years വാസ് മെയിൻലി കോഴ്സ് വർക്ക്. അത് കഴിഞ്ഞിട്ടാണ് റീസെർച്ചിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. 2022 വേൾഡ് കപ്പ് ആയിരുന്നു എൻ്റെ പ്രധാന ഫോക്കസ്. അതുകൊണ്ട് വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു എനിക്ക് ആക്ച്വലി എഴുതാൻ തുടങ്ങിയത്. എൻ്റെ ഫീൽഡ് റീസെർച്ച് വാസ് മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ വെൻ ദ വേൾഡ് കപ്പ് വാസ് ഹാപ്പനിങ്. അപ്പോൾ ഒരു ഓവർവെൽമിങ് ഫീലിംഗ് ആണ്. ശരിക്കും സ്പോർട്സ് ഡിപ്ലോമസി എന്നുള്ളതായിരുന്നു ആ ടേം തന്നെ. എനിക്ക് തോന്നുന്നത് പരിചിതമാകുന്നതും ചർച്ചയാകുന്നതും ഖത്തർ ലോകകപ്പോട് കൂടിയാണ്. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെ? തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2006 ഏഷ്യൻ ഗെയിംസ് ഇവിടെ നടന്നപ്പോൾ ഞാൻ ഒരു കൊച്ചായിരുന്നു. അങ്ങനെ ഒരു സംഭവം തന്നെ ഒരു വണ്ടറായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ ഒരു വേറെ ഫീലായിരുന്നു അത് നടന്നപ്പോൾ. പിന്നെ 2010 നമ്മൾ ബിഡ് ജയിച്ചപ്പോൾ, അപ്പോഴും ഞാനൊരു 8ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു എങ്ങനെയാണ് നമ്മൾ സ്പോർട്സ് വെച്ച് നമ്മുടെ ഇമേജ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഗ്ലോബലി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വേൾഡ് കപ്പ് തന്നെ എൻ്റെ PhDയുടെ സെൻട്രൽ ടോപ്പിക്കായിട്ട് ആക്കണം എന്ന്. ഫുട്ബോൾ ആരാധകനാണോ? തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ്. ആയിരുന്നു, പക്ഷേ ക്രിസ്ത്യാനോയുടെ കൂടെ നടന്നതിന് ശേഷം ഇപ്പോൾ തൽക്കാലം വിട്ടു. അപ്പോൾ ഇവിടെ പോർച്ചുഗൽ ആരാധകനുമായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും. ഈ റിസർച്ചിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും എന്തായിരുന്നു റിസർച്ചിലൊരു ചലഞ്ച്? എന്തായിരുന്നു ശരിക്കും ഇതിൻ്റെ ഒരു മോഡൽ എന്നുള്ളത് ഖത്തർ വേൾഡ് കപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അത് തുടങ്ങാൻ ഒരു ഡിലേ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? റീസെർച്ച് ഗ്രൗണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കറക്റ്റായിരുന്നു. ബിക്കോസ് 2022 വേൾഡ് കപ്പ് കിക്ക് ഓഫ് തുടങ്ങിയതിന് ശേഷമായിരുന്നു എനിക്ക് ഓൺ ഗ്രൗണ്ടിൽ ചെന്ന് റീസെർച്ച് ചെയ്യാൻ പറ്റിയത്. അതിനു മുമ്പ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് കേസ് സ്റ്റഡീസ് ആയിരുന്നു. അത് 2018 നടന്ന റഷ്യയുടെ വേൾഡ് കപ്പിൽ ഞാൻ ഫോക്കസ് ചെയ്തു. അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വേൾഡ് കപ്പ് ഫോക്കസ് ചെയ്തു. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് വേൾഡ് കപ്സ്, എസ്പെഷ്യലി സാധാരണ സ്ഥിതിക്ക് നടക്കാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയായിരുന്നു അവിടെ നടന്നത്, അത് നടന്നപ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ച് മീഡിയ കവറേജ് എങ്ങനെയായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയ കവറേജ് ആയിരുന്നു. അതുകൊണ്ട് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കേസ് സ്റ്റഡീസിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. റിസർച്ച് പൂർത്തിയാക്കിയ ശേഷം എങ്ങനെയായിരുന്നു ഈ എക്സ്പേർട്സിൽ നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം? പോസിറ്റീവായിരുന്നു. ബിക്കോസ് ഇതിനകത്ത് മനസ്സിലായത് ഈ നമ്മൾ ചേഞ്ചസ് വേൾഡ് കപ്പ് പ്രകാരമായിട്ട് കൊണ്ടുവന്നത് ഇതുവരെ നിൽക്കുന്നുണ്ട്. പല ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നത് ഇത് തൽക്കാലം വേൾഡ് കപ്പിന് മാത്രമായിരിക്കും, അത് കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആവുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ 2025 നമ്മൾ ആ നല്ല മാറ്റങ്ങളെല്ലാം കണ്ടത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. തന്നെ ബോണിയുടെ എനിക്കൊന്ന് സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ തന്നെയായിരുന്നു. ഹയർ എഡ്യൂക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? 2012 ഞാൻ ഡൽഹിയിലേക്ക് പോയി. അവിടെ ഞാൻ എൻ്റെ 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൽ ചേർന്നു. അവിടെ 2014 മുതൽ 2019 വരെ ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ ബാച്ചിലേഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസും മാസ്റ്റേഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ ഫ്യൂച്ചർ പ്ലാനൊക്കെ ഇവിടെ ഇനിയിപ്പോൾ സ്പോർട്സ് ഡിപ്ലോമസിയൊക്കെ ആയിട്ട് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണോ അതോ ടീച്ചിങ് ഏത് മേഖലയിലേക്കാണ്? എൻ്റെ ഫേവററ്റ് ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂം തന്നെയാണ്. പിള്ളേരിനെ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്കോളേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് അതൊരു ഭയങ്കര യുണീക്ക് പൊസിഷനാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ AFG കോളേജ് വിത്ത് യൂണിവേഴ്സിറ്റി ഓഫ് അബർഡീനിൽ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അവിടെ ഞാൻ പ്രോഗ്രാം ലീഡറുമാണ്. അപ്പോൾ ഈ സ്കൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 2023 തൊട്ട് വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇനി വരുന്ന ജനറേഷനെ ട്രെയിൻ ചെയ്ത് റെഡിയാക്കാനാണ് എൻ്റെ ഡ്യൂട്ടി. ക്ലാസ് മുറികളിലൂടെ പുതുതലമുറയിലേക്ക് തൻ്റെ റിസർച്ചും അതോടൊപ്പം തന്നെ ഫുട്ബോൾ ആവേശവും എല്ലാം പകർന്നു നൽകുകയാണ് തോമസ് ബോണി ജെയിംസിൻ്റെ ഇനിയുള്ള ഒരു ലക്ഷ്യം. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1.